ശ്രീമദ് ഭാഗവതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നാലാമത്തെ അധ്യായമാണ്. വ്യാസമഹർഷിയുടെ അസന്തുഷ്ടി. നമുക്കെന്താണെന്ന് പറയുന്നത് നോക്കാം. സ്കന്ധം 1 നാലാമത്തെ അധ്യായം. അതിൽ 1 പറയുന്നത് ഈ അവസരത്തിൽ, അതായത് അവിടെ ചില ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നു, ഉത്തരങ്ങളെല്ലാം പറയുന്നു സൂതൻ. ഈ അവസരത്തിൽ ഋഷികളുടെ ഇടയിൽ നിന്ന്, അവിടെ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ, പക്ഷെ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന ഋഗ്വേദം അറിയുന്ന വ്യക്തി. ഋഗ്വേദം അറിയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ വേദവ്യാസനെ ഏറ്റവും പ്രധാനമായിട്ട് വ്യസിച്ചത് വേദങ്ങളെ 4ആയിട്ട് വ്യസിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ അതും പോലും അറിയുന്ന വ്യക്തിയാണ് ചോദിക്കുന്നത്. എന്ത് ചോദിക്കുന്നു? ശൗനക മഹർഷി, അദ്ദേഹത്തിൻ്റെ പേര് ശൗനകൻ. അദ്ദേഹം ചോദിക്കുകയാണ് 2 സർവജ്ഞനായ അങ്ങ് ശ്രീ ശുഗൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരിക. അതുകൊണ്ട് ശുഗൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരിക. അത് വേദവ്യാസന്റെ മകൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത് കേട്ടതെല്ലാം നമുക്കും പറഞ്ഞു തരിക. എൻ്റെ 3 പറയുന്നു, ഏത് യുഗത്തിലാണത് സംഭവിച്ചത്, ഏത് സ്ഥലത്ത് വെച്ചാണ്, എന്ത് കാരണം കൊണ്ടാണ് വ്യാസമഹർഷി വ്യാസമഹർഷി ആരാൽ എന്തിനാൽ പ്രേരിതമായിട്ടാണ് ഇതെഴുതിയത്. കാരണം വ്യാസൻ വേദങ്ങളെല്ലാം സയൻസ് രൂപത്തിലെല്ലാം വേദങ്ങളെല്ലാം എഴുതി വെച്ചു. ഇനി എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു കഥ രൂപത്തിൽ, അതിനുള്ള കാരണം എന്താണ് എന്നതും പറയാൻ വേണ്ടി പറയുകയാണ്. വ്യാസൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം, ഏത് അവസരത്തിൽ, എന്തുകൊണ്ടാണ് എഴുതിയത് എന്ന് ചോദിക്കുകയാണ്. ഇതിൻ്റെ 4-ാമത്തേല് അദ്ദേഹത്തിൻ്റെ പുത്രനായ ശ്രീ ശുഗന്റെ സ്വഭാവം പറയാണ്. മഹായോഗിയാണ്. യോഗയിലൂടെയാണല്ലോ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നത്. അപ്പം അങ്ങനെ ഏറ്റവും മഹായോഗി എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം നേടിയത്. സമദർശി, എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് പിന്നെ ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനിയുമില്ല, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഇല്ല, പട്ടി പൂച്ച കല്ല് മണ്ണ് ഇതൊന്നുമില്ല. എല്ലാം എന്താണ്? ബ്രഹ്മമാണ്. ഉറച്ച മനസ്സുള്ള, അദ്ദേഹത്തിന് നല്ല ഉറച്ച മനസ്സുള്ളവനാണ്. മഹായോഗിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. മായയിൽ നിന്നും മുക്തനായതാണ്. അതേ മായയിൽ നിന്നല്ല മുക്തിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടിയവനാണ്. എന്തുകൊണ്ട് അദ്ദേഹം സ്വമഹിമ തെളിയിക്കാതെ, എന്നാലും തൻ്റെ മഹിമ, ഇത്രയും വലിയ പ്രാഗൽഭ്യമുള്ള ആളെ നമ്മളെങ്ങനെയാണ് ധരിക്കുക? നല്ല വലിയ ദിവ്യന്റെ മാതിരിയെല്ലാം നടക്കുന്നു. പക്ഷേ വേദങ്ങൾ പറയുന്ന അങ്ങനെ ഒരു ബ്രഹ്മസാക്ഷാത്കാരം നേടിയാൽ അവന് പിന്നെ എന്തില്ല? ഞാനെന്ന ഭാവമില്ല, മഹിമയിലും ഒരു ചുക്കുമില്ല. ഈ ശരീരം വെറും തുണിയാണ്. അപ്പം ശരീരത്തിലൂടെ പ്രകടിപ്പിക്കില്ല. അതാണ് യഥാർത്ഥ ജ്ഞാനിയുടെ, ബ്രഹ്മജ്ഞാനം നേടിയവൻ്റെ ലക്ഷണം, സന്യാസിയുടെ ലക്ഷണം. എന്നിട്ട് സ്വമഹിമ വെളിവാക്കില്ല, പേര് പോലും പറയില്ല. ചോദിച്ചാൽ എങ്ങനെയായിരിക്കും അത് പറയുന്നുണ്ട്. അദ്ദേഹം മൂഢനെന്ന വിധം നടക്കുന്നത് എന്ത്? അതേ ഒരു മൂഢനെ പോലെ നടക്കുന്ന, ഒരു ചുക്കും അറിയാത്തവനെ പോലെ. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടിയ അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് തിരിഞ്ഞവര് അത്തരത്തിലാണ് ആകേണ്ടത്. കാരണം നമുക്കെല്ലാം നോക്കുമ്പോൾ ഒരു പൊട്ടൻ്റെ മാതിരി മൂഢൻ്റെ മാതിരി നടക്കുന്നുണ്ട്, ഇതിലേ ഇങ്ങനെ പോകുന്നുണ്ടോ, പോക്കുമ്പിലോട്ട്. ഇതാണ് സന്യാസത്തിന്റെ മൂർത്തി രൂപം, ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന അവസ്ഥ. 5 പറയുന്നു, പുത്രനെ അനുഗമിച്ച വ്യാസമഹർഷി നഗ്നനല്ലാതിരുന്നിട്ടും ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയപ്പോൾ അച്ഛനെ ഒന്നും ചിന്തിക്കാതെ ഒരൊറ്റ പോക്കങ്ങ് പോയി. കാരണം പിന്നെ അവന് അച്ഛനും ഇല്ല, അമ്മയില്ല. അതായത് ആത്മീയതയുടെ പരമലക്ഷ്യം എന്ന് പറഞ്ഞാൽ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. അതാണ് അവസ്ഥ. നമ്മളീ പറയുന്ന ഇതുണ്ടല്ലോ, ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരം, അതിതാണ് അവസ്ഥ. അച്ഛനെ പോലും കാണാതെ ഒരൊറ്റ പോക്കാണ്. അപ്പം വ്യാസൻ എന്ത് ചെയ്യുന്നു? മോനെ എന്നും വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടുകയാണ്. അപ്പം അങ്ങനെയുള്ള വ്യാസൻ നഗ്നനായിരുന്നില്ല.
നല്ല എല്ലാം ഉടുത്തിട്ടാണ് നടന്നിരുന്നത്. പക്ഷെ മകൻ നഗ്നനായിട്ടാണ് നടക്കുന്നത്. അവന് ഉടുതുണിയും പോലും വേണ്ട. സന്യാസത്തിലേക്ക് പോകുമ്പോഴുള്ള ഉപനിഷത്ത് പറയുന്ന വഴിയാണ് ഉടുതുണി അടക്കം ബന്ധങ്ങളെയെല്ലാം മുറിച്ച് ഉടുതുണി അടക്കം അത് കഥരൂപത്തിൽ ഇവിടെ വിവരിച്ചു തരികയാണ് ഒരു സന്യാസി ആയാലുള്ള ലക്ഷണം. നമ്മളീ പറയുന്ന ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരം ആണെങ്കിൽ എല്ലാവരും ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ഇതാണ് വഴി. ഉടുതുണിയെല്ലാം വിളിച്ചു കടഞ്ഞ് വീട്ടുകാരെയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ഭൗതിക ലോകമായിട്ട് ബന്ധം വിട്ടിട്ട് അങ്ങോട്ട് പോയിക്കൊള്ളുക നഗ്നനായിട്ട്. ഇപ്പം മകൻ മുന്നിലോട്ട് പോകുന്നുണ്ട് ഉടുതുണിയൊന്നും ഇല്ലാതെ. അച്ഛൻ ഉടുതുണിയെല്ലാം ആയിട്ട് തന്നെയാണ് വേദവ്യാസം പിന്നാലെ ഓടുന്നത്. അപ്പോൾ അപ്സര സ്ത്രീകള് ലജ്ജയ വേദവ്യാസം വസ്ത്രം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ലജ്ജയാൽ എന്ത് ചെയ്തു? നഗ്നതയെല്ലാം മറച്ചു, വസ്ത്രധാരണം ചെയ്തു. വേദവ്യാസനെ കണ്ടപ്പോൾ തുണിയെല്ലാം എടുത്തു കൊടുത്തു. കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് തുണിയെല്ലാം എടുത്തു കൊടുത്തു വേദവ്യാസനെ കണ്ടായിരുന്നു. പക്ഷെ മകൻ ഒന്നും ഇടാതെ എങ്ങനെ നടക്കുകയാണ് മുന്നിലോട്ട്. അതിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല സ്ത്രീകൾക്ക്. ആർക്ക്? അപ്സര സ്ത്രീകൾ. എന്നിട്ട് അത്ഭുതം ഉളവാക്കുന്ന അത് കണ്ട് വേദവ്യാസ മഹർഷി ഇത് കണ്ടപ്പം വേദവ്യാസൻ അത്ഭുതം, ഞാൻ ഉടുത്തിട്ടാണ് നടക്കുന്നത്. അന്നേരമാണ് സ്ത്രീകളെല്ലാം അപ്സര സ്ത്രീകളെല്ലാം നാണം കൊണ്ട് തുണി മറച്ചിരിക്കുന്നു. പക്ഷെ മോനൊന്നുമില്ലാതെ അങ്ങ് നടക്കുകയാണ്. എന്നിട്ട് ഇവർക്കൊരു പ്രശ്നമില്ല. അപ്പൊ അവരോട് വിളിച്ചു ചോദിച്ചു, എന്താ ഇതിങ്ങനെ? ഞാൻ ഉടുത്തിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്കെന്താ ഇത്ര നാണം? നേരം പറഞ്ഞേ, അങ്ങയ്ക്ക് സ്ത്രീ പുരുഷ ചിന്തയുണ്ട്, അതുകൊണ്ടാണ് പ്രശ്നം. അങ്ങയ്ക്ക് സ്ത്രീ പുരുഷ ചിന്തയുണ്ട്. പക്ഷേ മറ്റേ കക്ഷി മകൻ മുമ്പ് പോന്ന ബുദ്ധി, മകൻ പുത്രൻ അതില്ല, സ്ത്രീയും പുരുഷൻ എന്ന ചിന്തയൊന്നുമില്ല. കാരണം ബ്രഹ്മസാക്ഷാത്കാരം നേടിയവരാണ്. അപ്പം ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തി ബ്രഹ്മജ്ഞനാണെങ്കിൽ അങ്ങേർക്ക് സ്ത്രീയും പുരുഷനും എന്നുള്ള ബന്ധമൊന്നും പാടില്ല. എല്ലാം ബ്രഹ്മമായി കാണണം. സ്ത്രീകൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ദേവനുണ്ട് എന്ന് വെച്ചോളൂ, ബ്രഹ്മജ്ഞനായ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ബ്രഹ്മസാക്ഷാത്കാരം നേടാതെ ദേവനാകാൻ പറ്റില്ല. അപ്പൊ അവരെ മുമ്പിൽ സ്ത്രീ വരുന്നോ പുരുഷൻ വരുന്നോ എന്നുള്ള ചിന്തയൊന്നുമില്ല. ഉടുക്കാതെ വന്നാലും അങ്ങേർക്ക് ഒരു പ്രശ്നമില്ല, എന്ത് കഴിച്ചിട്ട് വന്നാലും അങ്ങേർക്ക്, കാരണം എല്ലാം ബ്രഹ്മമാണ്. ഇപ്പൊ സാക്ഷാൽ ഈശ്വരന്റെ മുമ്പിൽ എങ്ങനെ ചെന്നാലും അല്ലെ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവൻ ബ്രഹ്മമായി മാറിയവനാണ്. അപ്പൊ ബ്രഹ്മത്തിന് സമാനം, ഈശ്വരന് സമാനമായ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഉടുക്കാതെ ചെന്നാലും സ്ത്രീകൾ ചെന്നാലും ആർത്തവുള്ള സ്ത്രീകൾ ചെന്നാലും എല്ലാം തന്നെയാണ്. അങ്ങേർക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഉണ്ടായിരിക്കുന്ന കക്ഷിയാണെങ്കിൽ അങ്ങേരെ മനസ്സിൽ ആണ് പെണ്ണ് എന്ന ചിന്തയെല്ലാം ഉണ്ട്. ഭൗതിക കക്ഷിയായിരിക്കണം. അപ്പോൾ വേദവ്യാസ ആണും പെണ്ണും എല്ലാം ചിന്തയും വെച്ച് നടക്കുന്ന സാധാരണ നമ്മളെപ്പോലെ വ്യക്തിയാണ്. അത് സപ്തർ ഇവർക്കറിയാം, അപ്സര സ്ത്രീകൾക്കറിയാം. അതുകൊണ്ട് നാണം മറച്ചു. മറ്റവനാ കൂട്ടൊന്നുമില്ല, അങ്ങനെ ആണുമല്ല പെണ്ണുമല്ല, പിന്നെ അങ്ങേരെയും മറക്കേണ്ട കാര്യം എന്ത്? അപ്പൊ ഇതിലൂടെയല്ല, കഥയിലൂടെ നമുക്ക് ചില ആശയങ്ങളാണ് വേദവ്യാസം പഠിപ്പിക്കുന്നത്. അയാൾ വേദവ്യാസന് ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് സ്ത്രീകളോട് ചോദിക്കേണ്ടത്. അപ്പൊ അതെല്ലാം ഇതിലൂടെ രസകരമായ ചില ഐഡിയകളിലൂടെ ആശയങ്ങളിലൂടെ നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ഒരു യോഗിയുടെ അവസ്ഥയാണ് വിവരിക്കുന്നത്. എന്നിട്ട് എന്ത് പറയുന്നു? ഹസ്യനപരത്തെ ഭ്രാന്തനെ പോലെ അവൻ നടക്കുന്ന എങ്ങനെയാണ്? ഒരു ഭ്രാന്തനെ പോലെ. അപ്പം വേദം തന്നെ പറയുന്നുണ്ട്, ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവരെ ഈ പ്രപഞ്ചം ഉപേക്ഷിച്ചു. പിന്നെ അവൻ പോകുമ്പോൾ കുളിക്കുകയില്ല മുടിയുമില്ല, ഒരുമാതിരി കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്തനെ പോലെയാണ് അവൻ നടക്കുക. അതാണ് യഥാർത്ഥ സന്യാസി. പിന്നെയോ ഊമയെ പോലെ ആരോടും മിണ്ടുമില്ല. അല്ലാതെ എല്ലാവരെയും വിളിച്ചിട്ട് പ്രഭാഷണം മതപ്രഭാഷണം ഒന്നും നടത്തലല്ല ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ ലക്ഷണം. ഉപനിഷത്ത് പറയുന്നത് ഊമയെ പോലെയായിരിക്കും, ഭ്രാന്തനെ പോലെയായിരിക്കും, ബുദ്ധിശൂന്യന്, ഒരു ബുദ്ധിയില്ലാത്ത മാതിരിയാണ് നടക്കുക. കണ്ടാൽ നമ്മൾ വിചാരിക്കും ഒരു ഭ്രാന്തൻ, വിവരമില്ലാതെ തലക്ക് വെളിവില്ലാതെ നടക്കുന്നതാണ്. അങ്ങനെയുള്ളതാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടിയ സന്യാസത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകുന്നവന്റെ അവസ്ഥ. അതാണ് നമ്മുടെ എല്ലാവരും പറയുന്ന ബ്രഹ്മസാക്ഷാത്കാരമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, അതിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്.
ഇത് എത്രയാൾ ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ആത്മീയതയുടെ പിന്നാലെ പോകുന്നത് ചിന്തിച്ചു നോക്കി. സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശ്രീ സുഗൻ പുരവാസികൾ കണ്ടറിഞ്ഞത് എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് ഇവർക്കെല്ലാം ഇദ്ദേഹത്തിന്റെ ദിവ്യത്വം മനസ്സിലായത് എന്നാണ് ചോദിക്കുന്നത്. ഒരു ബ്രാഹ്മണനെ പോലെ അയാൾ പോകുന്നു, അയാളിലുള്ള ദിവ്യത്വം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അപ്പൊ നമ്മള് റോഡ് മേലൂട്ടിയാൽ ഇങ്ങനെ ചിലവര് പോകുന്ന കാണാം, ഒന്നും താല്പര്യമില്ല, ഒന്നിലും താല്പര്യമില്ല, നമ്മൾ കൊടുത്താലും വേണ്ട. പക്ഷേ അതേസമയം പിച്ചക്കാരനായിട്ട് ദരിദ്രവാസിയായിട്ട് ദാരിദ്ര്യം കൊണ്ട് നടക്കുന്ന കക്ഷികളും ഉണ്ടാവും. ഉടുതുണിയില്ലാതെ, കുളിക്കാൻ വഴിയ ഗതിയൊന്നും ഇല്ലാതെ ആരെങ്കിലും എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നീട്ടിയിട്ട് വാങ്ങുന്ന അതല്ല. പിന്നെ സന്യാസ വേഷം കിട്ടിയവർക്ക് ഭിക്ഷ എടുക്കാൻ വേണ്ടി നടക്കുന്നവരല്ലോ, അവരെയും കണ്ടാൽ ചിലപ്പോൾ ഇങ്ങനെയെല്ലാം നടത്തുന്നവർ, അതൊന്നുമല്ല. പക്ഷെ ഇവരെ എങ്ങനെയാണ്, ഇത്തരം ദിവ്യരെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം 7 പറയാണ്, പാണ്ഡവവംശജനായ പരീക്ഷിത്തിന് രാജാവിന് മുനിയുമായുള്ള സംഭാഷണം എങ്ങനെ സംഭവിച്ചു? ഇങ്ങനെയൊരു വ്യക്തിയായിട്ട് എങ്ങനെയാണ്, ആരുമായിട്ട് സംസാരിക്കാൻ പാടില്ല, സന്യാസി പിന്നെ ആരുമായിട്ട് പ്രഭാഷണമൊന്നും നടത്തി ഗീതോപദേശിക്കൊന്നുമില്ല, അതെങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ കഥയിൽ ചോദ്യമില്ല എന്നുള്ളൊരു വശമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ പറയുന്നതാണ് ആത്മീയത പറയാൻ യോഗ്യൻ, ആ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവനാണ്. പക്ഷെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയാൽ പിന്നെ ഇത് പറയാനൊന്നും നിൽക്കില്ല, അവനവൻ്റെ വാട്ടിൽ പോയി ബ്രഹ്മത്തിൽ ലയിക്കുകയില്ല. പക്ഷെ കഥയിലൂടെ പറയുമ്പോൾ എന്ത് ചെയ്തു വേദവ്യാസൻ, അങ്ങനെ ഒരു മകനെ ചിത്രീകരിച്ചുകൊണ്ട് അവൻ പറയുന്നതായിട്ട് ചിത്രീകരിച്ചതായിട്ട് കണ്ടാൽ മതി, അതിൽ പിന്നെ ചോദ്യമില്ല. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ആ സംഭാഷണത്തിൽ നിന്നാണല്ലോ ഈ ഭാഗവത സംഹിത ഉണ്ടായത്. അങ്ങനെ ഒരു സംഭാഷണത്തിലൂടെയാണല്ലോ ഭാഗവതം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇതിൻ്റെ 8 പറയുന്നു, പുണ്യശാലിയായ അദ്ദേഹം ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹത്തിൽ ഒരു പശുവിനെ കറക്കുന്ന സമയമേ കാണാറുള്ളൂ. അങ്ങനെയുള്ള സന്യാസികൾ ഏതെങ്കിലും ഒരു ഗൃഹത്തിൽ വല്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആദ്യം സന്യാസത്തിന് ഇറങ്ങുന്നവർക്ക് എവിടെ നിന്നും വിശക്കുമ്പം പോയിട്ട് ഒന്ന് കൈനീട്ടി വാങ്ങണം. പക്ഷെ എത്ര സമയം നിൽക്കുള്ളൂ? ഒരു പശുവിനെ കറക്കുന്ന സമയമേ ഒരു വീട്ടിൽ നിൽക്കാൻ പാടുള്ളൂ. അവർക്ക് ആശ്രമങ്ങളൊന്നും കാണില്ല, ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാനും പാടില്ല, അങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. കാണുമ്പോൾ ഭ്രാന്തനെ പോലെ തോന്നും. ഇതാണ് സന്യാസിയുടെ ലക്ഷണം. ഇതിന്റെ 9 പറയുന്നു, അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷിത്തിന് ഭഗവത് ഭക്തിയിൽ ഉത്തമനാണെന്നറിയാം. പരീക്ഷത്തിന് ആത്മീയല കേൾക്കാൻ നല്ല താല്പര്യമുള്ള, ഭഗവത് ഭക്തിയുള്ള, രാഷ്ട്രത്തെ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? പരീക്ഷിത്ത്. മഹാഭാരത യുദ്ധത്തിന് ശേഷം, ഇല്ലേ 3ാം ലോകമഹായുദ്ധത്തിന്റെ ശേഷം അധികാരമേൽക്കേണ്ട വ്യക്തിയാണ് പരീക്ഷിത്ത്. എങ്ങനത്തെ ലോകമായിരിക്കണം? അവൻ ജനത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, തനിക്ക് വേണ്ടിയല്ല. അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ ജനന ചരിത്രവും അറിയണമെന്നുണ്ട്. അപ്പൊ പരീക്ഷിത്തിനെ പറ്റിയും നമുക്കറിയണം. 10 പാണ്ഡവ രാജവംശത്തിൽ അഭിമാനിയായ അദ്ദേഹം പണിത് കാരണത്താൽ സാമ്രാജ്യം തിരസ്കരിച്ച്, അദ്ദേഹം രാജാവായിരുന്നു, പിന്നെ എന്തിനാണ് സാമ്രാജ്യം തിരസ്കരിച്ച് ഗംഗാതീരത്തിൽ മരണം വരെയും ഉപവാസവ്രതം അനുഷ്ഠിച്ചത്? അദ്ദേഹം മഹാഭാരത യുദ്ധത്തിന് ശേഷം ധർമ്മപുത്രർ ഭരിച്ചിട്ട് പിന്നെ എല്ലാവരും പോയല്ലോ കാട്ടിലേക്ക്, അങ്ങ് ഇതിലേക്ക് സ്വർഗത്തിലേക്ക് പോയല്ലോ. ഇത്രയും വലിയ രാജ്യം അങ്ങേരെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, പിന്നെ ഇതെല്ലാം വിട്ടിട്ട് അങ്ങേരെന്തിനാണ് സന്യസിക്കാൻ പോയത്? ഉപവാസവ്രതം അനുഷ്ഠിച്ചത്. 11 പറയുകയാണ്, ശത്രുക്കളെല്ലാം ക്ഷേമത്തിനായി ധനമെല്ലാം അദ്ദേഹത്തിന്റെ കാൽക്കൽ സമർപ്പിച്ചു. പിന്നെ എല്ലാ ധനവും ആർക്കാണ്? രാജാവിനല്ല, രാജ്യത്തിന്. അദ്ദേഹം രാജ്യത്തിന്റെ ഒരു പ്രതിനിധി അല്ല. എല്ലാം കൊണ്ടുപോയിട്ട് രാജാവ് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കലല്ല. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ താമസിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ധനമെല്ലാം ആരുടെ കൈമലാണ്? മഹാഭാരത യുദ്ധത്തിന് ശേഷം, 3ാം ലോകമഹായുദ്ധത്തിന് ശേഷം ധനമെല്ലാം ആ രാജ്യത്തിൻ്റെതാണ്, അദ്ദേഹത്തിന്റെ കാൽക്കൽ സമർപ്പിച്ചതാണ്. അദ്ദേഹം ഐശ്വര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച്
ഇത് ആശ്ചര്യം തന്നെ. എല്ലാവരും ലോകം മുഴുവൻ ഒന്നായി തീർന്നു. അങ്ങനെയുള്ള ഒരാളെന്തിനാണ് ഇത് ഉപേക്ഷിച്ചത്? ഇത് 12 പറയുന്നു, ഈശ്വരനെ ആരാധിക്കുന്നവർ ആരായാലും, അവിടെയാണത് പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. ഈശ്വരനെ ആരാധിക്കുന്നവർ, അതായത് ഭക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്ന ആളാണ് എന്ന് പറയുന്നവർ ലോകത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സമൃദ്ധിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. അപ്പോൾ ഈ പരീക്ഷിച്ച് എന്താണ് ജീവിക്കുന്നത് തന്നെ? ലോകത്തിന്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും സമൃദ്ധിക്കും വേണ്ടി, ലോകം പുരോഗതി നേടാൻ വേണ്ടി. അങ്ങനെയുള്ള ഭരണാധികാരിയാണ് പരീക്ഷിത്ത്. എന്ത് ചെയ്യുന്നില്ല? സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് വസ്തു സമർപ്പിച്ചെന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിനാണ്. എല്ലാവരും അവരുടെ വിഭവം എല്ലാം രാഷ്ട്രത്തിൻ്റെതായി മാറും. അതിന് ഒരു ഭരണാധികാരി ഉണ്ട്. ആ ഭരണാധികാരിക്ക് സ്വന്തം താല്പര്യത്തില് കാര്യത്തിനായി ജീവിക്കില്ല. അവൻ ജീവിക്കുന്നതിന് സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, രാഷ്ട്രത്തിനെ ഉന്നതി നയിക്കുവാനും ഐശ്വര്യത്തിനും വേണ്ടി, സ്വന്തത്തിനല്ല. അങ്ങനെ ഒരു വ്യവസ്ഥിതിയിലേക്കാണ് മഹാഭാരത യുദ്ധം, 3-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആ സുന്ദരമായ വസുദേവ കുടുംബത്തിലേക്ക് പോകുന്നത്. ഇതിന്റെ 13 പറഞ്ഞു. അങ്ങനെയിരിക്കെ അദ്ദേഹം അന്യർക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ദേഹം ആർക്ക് വേണ്ടിയാണ്? അപ്പം രാജാവെന്ന ശരീരം ആർക്ക് വേണ്ടിയാണ്? അന്യർക്ക് വേണ്ടിയാണ്. അതെല്ലാം ഉപേക്ഷിച്ച് എന്തിനിങ്ങനെ ചെയ്തു? അപ്പൊ അദ്ദേഹത്തിന് കുറെ ഉത്തരവാദിത്വമുണ്ട്. ലോകത്തെ ഭരിക്കേണ്ട ഉത്തരവാദിത്വം, ലോകത്തെ സമൃദ്ധിയിലേക്ക് നയിക്കേണ്ട, എല്ലാ ജനങ്ങൾക്കും വേണ്ട സമൃദ്ധി ഉണ്ടാക്കി കൊടുക്കുക, ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ ധർമ്മം. ആ ശരീരം വെടിഞ്ഞിട്ട് ഇങ്ങനെ പോകേണ്ട കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം 13 എന്ന് പറയുന്നു, ഏതൊന്നിനെ പറ്റിയാണോ ഞങ്ങൾ അങ്ങേരോട് ചോദിച്ചത്, അതായത് അങ്ങേര് കുറെ കാര്യങ്ങളെല്ലാം സൂതനോട് ചോദിച്ചല്ലോ, കുറെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാറ്റിനെയും പൂർണ്ണമായിട്ട് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. അപ്പം 14 സൂതൻ പറയുകയാണ്, ദ്വാപരയുഗത്തില് ഈ മഹാജ്ഞാനി ജനിച്ചു. ആര്? വേദവ്യാസൻ ജനിച്ചു. പിന്നെ 12 പറയുന്നു, ആരിൽ നിന്ന് 14 പറയുന്നു, പരാശര മുനിക്ക് സത്യവതിയിൽ വിഷ്ണുവിന്റെ അംശമായ, വിഷ്ണുവിന്റെ ബ്രഹ്മത്തിന്റെ അംശം ഒരു അവതാരമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാം അവതാരങ്ങൾ തന്നെയാണ്, വിഷ്ണുവിന്റെ അംശം തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ് നമ്മളെല്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും നമ്മളെന്തെങ്കിലും വലിയ എന്താണെന്നൊന്നും ധരിച്ചു പോകരുത്. നമ്മൾ വല്ല അത് തന്നെയാണ്. അപ്പോൾ വിഷ്ണുവിന്റെ അംശമായിട്ട് ആ മഹാജ്ഞാനി ജനിച്ചു സത്യവതിയിൽ. അതെല്ലാം കഥയിലാണ്, ഇതെല്ലാം കഥയാണ്, ചരിത്രമല്ല. ചരിത്രം തന്നെയാണ് കഥ രൂപത്തിലുള്ളത്. ഇനി 15, അദ്ദേഹം ഒരു നാൾ സൂര്യമണ്ഡലം ഉദിച്ചിരിക്കുന്ന സമയത്ത്, സൂര്യമണ്ഡലം ഉദിച്ചിരിക്കുക എന്ന് പറഞ്ഞാല് ഉത്തരായണം ഉദിക്കുന്ന സമയത്ത്, സൂര്യമണ്ഡലമുണ്ട്, ചന്ദ്രമണ്ഡലമുണ്ട്. 6 മാസങ്ങള് ഉത്തരായനം, 6 മാസം ദക്ഷിണായനം. അത് തുടങ്ങുന്ന സമയത്ത്, ഉത്തരായണം തുടങ്ങുന്ന സമയത്ത് സരസ്വതി നദിയിൽ കുളിച്ച ശേഷം, സരസ്വതി നദിയാണ് അന്നുണ്ടായിരുന്നത്. വേദവ്യാസൻ വേദങ്ങൾ എഴുതിയത് സരസ്വതി നദീതീരത്തിലാണ്. അദ്ദേഹം ഏതോ വിജനമായ സ്ഥലത്ത് ഒറ്റക്കിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് അങ്ങനെ ഒറ്റക്കിരിക്കുകയാണ് വേദവ്യാസൻ. ഇതിന്റെ 16 മുതൽ 18 വരെ ഭൂതഭാവിയെല്ലാം അറിയുന്ന അദ്ദേഹത്തിന് എന്താ പറയാ, കഴിഞ്ഞ കാര്യങ്ങളും അറിയാം, വരാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം അറിയാം. അദ്ദേഹം യുഗങ്ങളിലൂടെ ഭൗതിക വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന ശക്തിക്ഷയം, അതായത് യുഗങ്ങൾ കഴിയുന്തോറും ഭൗതിക വസ്തുക്കളുടെ ശക്തി ക്ഷയിച്ച് വരുമ്പോൾ, അപ്പം ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗമാകുമ്പോൾ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? ശ്രദ്ധയില്ല, ഉൾക്കരുത്തില്ല. നമുക്കൊന്നും ശ്രദ്ധയുമില്ല, ഉൾക്കരുത്തുമില്ല. ബുദ്ധി കെട്ടവരാണ്. നമുക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല. അവരെല്ലാം ബുദ്ധിമാന്മാര് പണ്ടുള്ളവർ. നമുക്ക് വലിയ ബുദ്ധിയൊന്നും
ഇല്ല. ആയുസ് കുറഞ്ഞു, നമ്മുടെ ആയുസ് കുറവാണ്. പണ്ട് 1000 ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ആയുസ് കുറഞ്ഞു വരികയാണ്. ഭാഗ്യശൂന്യരാണ്, ഭാഗ്യമില്ലാത്തവരാണ് നമ്മൾ എന്ന ജനങ്ങളെ ദിവ്യ ചക്ഷുസുകൾ കൊണ്ട് കണ്ടു. അതായത് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾക്ക് വേദങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ യുവമാർക്ക് ഇതൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അവർക്ക് ബുദ്ധിയില്ല, ഒരു ചുക്കുമില്ല. എല്ലാ കണ്ട് എല്ലാ വർണ്ണക്കാർക്കും ഹിതമായത് എന്തോന്നാണോ എന്നതിനെപ്പറ്റി ചിന്തിച്ചു. അതേ വേദങ്ങളിൽ എഴുതി എല്ലാ സയൻസും അടങ്ങിയ പുസ്തകമാണ്. അദ്ദേഹത്തിന് തൃപ്തിയില്ല. ഈ കുറച്ച് കാലമെല്ലാം കഴിയുമ്പോൾ ജനത്തിന് വിവരം ഉണ്ടാവില്ല, ബുദ്ധി ഉണ്ടാവില്ല, ഈ വേദം ഒന്ന് തൊട്ടു നോക്കാനുള്ള കഴിവ്. അതൊരു സത്യം തന്നെയാണ്. ദിവ്യ ചക്ഷുസ് കൊണ്ട് കണ്ടിരിക്കുകയാണ് ഇന്നുള്ള മനുഷ്യന്മാർക്ക്. വേദം എന്താണ്? ആദ്യം പോയി അർത്ഥമുണ്ട്, അതിന് വലിയ അർത്ഥമൊന്നുമില്ല. ഇങ്ങനെ ചൊല്ലുമ്പോൾ നമുക്കിങ്ങനെ എന്തോ ഉണ്ടാകും, പിന്നെ അങ്ങ് എന്തെല്ലോ ആകും. അത് വേറെ അർത്ഥങ്ങളൊന്നുമില്ല. അതായത് ബുദ്ധിയില്ലാത്ത മനുഷ്യരാണ്, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തിന് തന്നെ അറിയാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കഥ രൂപത്തിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം എഴുതി വെച്ചു. പക്ഷെ ഇവന്മാരൊന്നും ഇത് വായിക്കാനൊന്നും പോകുന്നില്ല. ഇവന്മാർക്കൊന്നും വായിച്ചാൽ മനസ്സിലാകാൻ പോകുന്നില്ല. കാരണം ബുദ്ധി കുറഞ്ഞവരാണ്. ഇനി എന്തുമില്ല, ഉൾക്കരുത്തൊന്നുമില്ല, ശ്രദ്ധയില്ല, ഇതിലൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. അങ്ങനെയുള്ള ഒരു തരം വിഭാഗമാണിത്. എന്നിട്ട് 17 എന്ന് പറയുന്നു, 4 വേദങ്ങളിലായി പറഞ്ഞ കർമ്മങ്ങളെ, 4 വേദങ്ങളിലായിട്ട് കർമ്മങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ട സയൻസ് എന്തിനു വേണ്ടിയാണ്? കർമ്മം ചെയ്യാനാണ്. അപ്പം 4 വേദങ്ങളിലായിട്ട് പറഞ്ഞ കർമ്മങ്ങളെ ജനങ്ങൾക്ക് ശുദ്ധീകരമാകുമെന്ന് കണ്ട് യജ്ഞകർമ്മങ്ങളുടെ നിലനിൽപ്പിനായി ഒന്നാമതായി വേദത്തെ 4 ആക്കി. അപ്പൊ അദ്ദേഹമുള്ള സമയത്ത് വേദങ്ങളിൽ ജ്ഞാനങ്ങളെല്ലാം ആരല്ലോ ഋഷികൾ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട്. കെമിസ്ട്രി ഫിസിക്സും എല്ലാം കൂടി കൂട്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങേരെ അച്ഛനും എല്ലാം കൂടിയിട്ട് പുരാണ സംഹിത എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സും എല്ലാം ഉണ്ട്. അപ്പം 4 വേദങ്ങളിലായി പറഞ്ഞ കർമ്മങ്ങളെ, അപ്പൊ ഈ എല്ലാത്തിൽ അടങ്ങിയിരിക്കുന്ന കർമ്മങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹം കർമ്മം ചെയ്യുവാനായ കൊണ്ടുള്ള ക്രമത്തില് കെമിസ്ട്രി ഫിസിക്സ് എന്ന് പറയുന്ന തരത്തിൽ വേദങ്ങളെ 4 ആക്കി. 3 സയൻസും 1 ടെക്നോളജി അഥർവവേദം, ഋഗ്വേദം. എന്നിട്ട് 20 പറയുന്നു ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെ 4 ആക്കി. പിന്നെ ബാക്കി കഥരൂപത്തിലും കുറെ എഴുതി, ഇതിഹാസ പുരാണങ്ങൾ. അത് 5ാമത്തെ വേദമായിട്ട് പറയുന്നു. കാരണം കഥരൂപത്തിലും എല്ലാം കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 17 പുരാണം വരെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 21 മുതൽ 22 വരെ പറയുന്നു. അതിൽ ഋഗ്വേദം പൈലന് നൽകി, ശിഷ്യന്. സാമവേദം ജേമിനിക്കും നൽകി. യജുർവേദം വൈശമ്പായനും നൽകി. അഥർവവേദം സുമന്തു എന്ന ക്രൂര സ്വഭാവമുള്ള മുനിക്കും നൽകി. എന്താണ് ക്രൂര സ്വഭാവം എന്ന് പറയാൻ കാരണം? അത് പ്രാക്ടിക്കൽ സൈഡാണ്. ശാന്ത സ്വഭാവം എന്ന് പറയുന്നത് ബുദ്ധി ഉപയോഗിച്ചിട്ട് ശാന്തമായിരുന്ന് മനസ്സിലാക്കേണ്ടതാണ് സയൻസ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം അത് ശാന്തന്മാർക്ക് നൽകി. അതായത് പഠിക്കുന്നവരെ പൊതുവെ ശാന്ത സ്വഭാവക്കാർക്കേ പഠിക്കാൻ പറ്റുള്ളൂ. എല്ലാം ദേഷ്യം പിടിച്ച് നടക്കുന്നവർക്ക് പഠിക്കാൻ പറ്റില്ല. എപ്പോഴും ശാന്തമായി നിൽക്കുന്ന പഠിക്കാനൊരു ശാന്തമായ സ്ഥലത്താണ് പോവുക. അപ്പോൾ അവർ ശാന്തപ്രകൃതരായവർക്കാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം നൽകിയത്. പക്ഷെ അഥർവവേദം നൽകിയത് ആക്റ്റീവായിട്ടുള്ള ക്രോധ സ്വഭാവമുള്ള, ആക്റ്റീവ് ആവുന്നതോറും എന്തായിരിക്കും? സത്വഗുണം കഴിഞ്ഞാൽ രജോ ഗുണം എന്ന് പറഞ്ഞാൽ ക്രോധമെല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് ക്രോധ സ്വഭാവമുള്ള മുനിക്കാണ് എന്ത് കൊടുത്തത്? സുമന്തുവിനാണ് ഈ അല്ല അഥർവവേദം സുമന്തുവിനും നൽകി. അത് ടെക്നോളജിയാണ്. കാരണം അത് ആപ്ലിക്കേഷനാണ്. നമ്മൾ ഒരു പാചകം സാമ്പാർ ഉണ്ടാക്കേണ്ട, നമുക്ക് സാമ്പാറൊന്നും ഉണ്ടാക്കണം. നെറ്റിൽ നോക്കി വായിക്കുമ്പോൾ ശാന്തമായിരുന്ന് ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കും.
പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ പോകും പിന്നെ ഭയങ്കര ബഹളങ്ങളെല്ലാം. അതെടുപ്പ് ഇതെടുക്കും മുറിക്ക് തറയ്ക്ക് അതെല്ലാം ക്രൂര സ്വഭാവമാണ്, ശാന്തമല്ല. ഇപ്പം ടെക്നോളജി ആരാണ് കൈകാര്യം ചെയ്യാൻ പറ്റിയത്? ക്രൂര സ്വഭാവമുള്ള ആൾക്കാർക്ക്. കാരണം അവർ അത് പ്രയോഗിക്കുകയാണ്. അപ്പോൾ അത് സുമന്തുവിന് നൽകി. എൻ്റെ പിതാവിന്, ഈ പറയുന്ന കക്ഷിയുടെ പിതാവാണല്ലോ രോമഹർഷന് ഇതിഹാസ പുരാണങ്ങൾ നൽകി. അപ്പം രോമഹർഷനാണ് ഇതിഹാസ പുരാണങ്ങൾ നൽകിയത്. 1923 അവരതെന്ത് ചെയ്തു? അവരുടെ ശിഷ്യന്മാരിലൂടെ പല ശാഖകളായിട്ട് വിഭജിച്ചിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അവർ അതിന് പിന്നെ എല്ലോന്നും ഋഗ്വേദം മുഴുവൻ ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറ്റുന്ന തരത്തിൽ വേണ്ടുന്ന തരത്തിൽ വീതിച്ചെല്ലാം പറഞ്ഞ് കൊടുത്തു. അങ്ങനെയാണത് പ്രചരിച്ചത്. 24 പറയുന്നത് ഈ വേദങ്ങൾ തന്നെ ബുദ്ധിമോശമുള്ള ജനങ്ങൾക്ക് ധരിക്കപ്പെടുന്ന വിധത്തിലാണ് എഴുതി വച്ചിരിക്കുന്നത്. വേദങ്ങളും ബുദ്ധിയുള്ളവർക്ക് ബുദ്ധിമോശമുള്ള ജനങ്ങൾക്ക് പോലും, അതായത് അത്രയൊന്നും ബുദ്ധിയില്ലാത്തവർക്ക് പോലും മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം എല്ലാം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദം തന്നെ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെ. അവർക്ക് പഠിക്കേണ്ട ചെറിയ ചെറിയ വിഷയങ്ങൾ അതിനകത്തുണ്ട്. അപ്പം കെമിസ്ട്രി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ആദ്യം കെമിസ്ട്രീൻ്റെ കുറച്ച് ഭാഗങ്ങൾ പഠിക്കാം, നമ്മളെ കഴിവനുസരിച്ച് കൂടുതൽ പഠിക്കാം. അതുകൊണ്ട് വേദങ്ങളിലും എല്ലാം ഉള്ളത് കൊണ്ട് പഠിക്കാൻ പറ്റുന്നതെല്ലാം സാധാരണക്കാരനും പഠിക്കാം. അപ്പം അത്തരത്തിലാണ് അതിന് എഴുതി വെച്ചിരിക്കുന്നത്. സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് വേദങ്ങളെ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷെ കുഴപ്പത്താണ്, ഈ യുഗത്തിലെ ആൾക്കാർക്ക് അതിലൊന്നും താല്പര്യം പോലും ഇല്ല. ഇനി 25 സ്ത്രീക്കും ശൂദ്രനും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ഇവരിൽ തന്നെ അധമന്മാർക്കും വേദം കേട്ട് ധരിക്കുക സംഭവ്യമല്ല. അതേസമയം അത് പറയുകയാണ് സ്ത്രീക്ക്. ഇപ്പം സ്ത്രീകൾ പൊതുവെ സയൻസിൻ്റെ ഏറ്റവും വലിയ സയൻസ് പഠിക്കുന്നതിനുള്ള താല്പര്യക്കുറവ് ഉള്ള ഒരു വിഭാഗമാണ് സ്ത്രീകൾ. അത് ഇന്ന് കണ്ടുപിടുത്തങ്ങൾ നടത്തിയതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അധികം ആര് തന്നെയാണ്? പുരുഷന്മാർ തന്നെയാണ്. ഞാൻ BSc പഠിക്കുന്ന കാലത്ത്, ഞാൻ BSc കണ്ണൂർ SM കോളേജിലാണ് പഠിച്ചത്. ആ കാലത്ത് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ലാസ്സിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഒരു ബാർ ചാർട്ട്. അതിൽ കെമിസ്ട്രി ബാച്ചിൽ BScക്ക് ഓരോ വർഷവും ഇരുന്ന കുട്ടികളിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയവരെ പച്ചയിൽ, സെക്കൻഡ് ക്ലാസ് കിട്ടിയത് മഞ്ഞ, തേർഡ് ചോപ്പ്, തോറ്റവർ കറുപ്പ് എന്നെല്ലാം പറഞ്ഞ ബാറുണ്ടെങ്കിലും ഇതുവരെ എല്ലാം അധിക പേരും പച്ചയിലായിരിക്കും. അത് ഫസ്റ്റ് ക്ലാസ് കിട്ടിയവരാണ്. ബാക്കിയുള്ളത് സെക്കൻഡ് ക്ലാസ്സാണ്. മഞ്ഞയും കാണും കുറച്ച്. അപ്പം അധികം ഫസ്റ്റ് ക്ലാസ്, പിന്നെ സെക്കൻഡ് ക്ലാസ് ബാക്കിയുള്ളവർ. അല്ലാതെ തേർഡ് ക്ലാസ്സുകാരും ഇല്ല, തോറ്റവരും ഇല്ല. ഓരോ വർഷത്തിൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ട്, കുറേ വർഷത്തില്ല. അപ്പോൾ അന്ന് അതിൻ്റെ തലവനായിരുന്നത് പ്രൊഫസർ A.O. തോമസാണ്. പല പുസ്തകങ്ങളും എഴുതിയ വ്യക്തിയാണ്. ഭയങ്കര ചിട്ടയിലായിരുന്നു ആ ക്ലാസ്. അപ്പം നമ്മളവിടെ വന്നപ്പോൾ ആ ക്ലാസ്സിൽ, ആദ്യത്തെ ക്ലാസ്സിൽ അദ്ദേഹം വന്നിട്ട് പറഞ്ഞ്, ഈ വർഷം ഞാൻ വളരെ സംതൃപ്തനാണ്. മാനേജ്മെൻറ്റ് അതുവരെയല്ല, മാനേജ്മെൻറ്റിൻ്റെ കുട്ടികൾ വല്ല അതിൻ്റെ അകത്ത് ഉണ്ടാവുകയുള്ളൂ. കാരണം മാനേജ്മെൻറ്റ് കോട്ടയുണ്ടല്ലോ. ഇപ്രാവശ്യം എനിക്ക് ഫുള്ള് വിട്ടു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നല്ല പഠിപ്പുള്ളവരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ വർഷം ഫുള്ള് പച്ചയാക്കണം, 100% ഫസ്റ്റ് ക്ലാസ്, ബാക്കി ആരും ഇല്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഭയങ്കര കഴിവുണ്ടെന്ന് വെച്ചാൽ, പക്ഷേ ഇതിന് വേറെ പ്രത്യേകതയുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ട്രാൻസ്ഫറായി. പിന്നെ വന്നതൊരു സെന്നോ മറ്റോ അങ്ങനെ PhD എല്ലാം എടുത്തത്, നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളത്. അദ്ദേഹം ഇത് കണ്ടിട്ട് ആദ്യം തന്നെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വർഷം ഇത് മുഴുവൻ ചോപ്പാക്കണം, അതായത് തേർഡ് ക്ലാസ് ആണ്. ഒരു തമാശ രൂപത്തിൽ.
അപ്പോൾ എ ആർ തോമസ് എന്ന് പറയുന്ന ആ ഒരു സാറ് സാധാരണ എല്ലാവർക്കും 1 തൊട്ട് 2 മണി വരെ ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് എല്ലാ കുട്ടികൾക്കും. നമുക്കതില്ല. 1 തൊട്ട് 1:30 വരെ മാത്രമേ ഭക്ഷണത്തിലുള്ളൂ. 1:30 ആകുമ്പോൾ നമ്മളെ ക്ലാസ് തുടങ്ങിയിരിക്കും. അപ്പോൾ പുറത്തുവിട്ട കുട്ടികളെല്ലാം അങ്ങനെ സമയമായില്ല, 2 വരെ ഉണ്ടല്ലോ. ഇതെല്ലാം നോക്കിയിട്ട് നമ്മളീ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. ഇതെന്ത് ഇവന്മാരെന്ത് നെയ് പഠിക്കുന്നത്. അത്രയും ചിട്ടയാണ് കെമിസ്ട്രീൻ്റെ ആ ബാച്ച്. പക്ഷേ എന്താണ് കെമിസ്ട്രീൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഇത്രയും താല്പര്യം, ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ഒരു വിഷയമാണ് കെമിസ്ട്രി. കാരണം ഇതിനെ കൊണ്ട് ഒരു ഗുണവും അല്ല, ഗുണമെന്നല്ല, ഒരു രസമില്ല നമുക്ക് പഠിക്കാൻ. നേരെ മറ്റൊരു ഫിസിക്സ് എല്ലാം ആണെങ്കിൽ കുറേ ഉപകരണങ്ങളെല്ലാം കാണുമ്പോൾ നമുക്കൊരു രസമാണ്. ഇതെന്തോന്ന് കുറേ ടെസ്റ്റ് ചെയ്യും, കുറച്ച് അത്രയും താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. പക്ഷേ എല്ലാ സയൻസിൻ്റെ അടിത്തറ എന്താണ്? കെമിസ്ട്രിയാണ്. കെമിസ്ട്രി ഇല്ലാതെ കാരണം വേദങ്ങൾ മുഴുവൻ നമ്മളിപ്പം കൈകാര്യം ചെയ്യുമ്പോൾ കെമിസ്ട്രിയില്ല. ആറ്റങ്ങളെ ഘടന അത് ഇതുമല്ല എല്ലാം കെമിസ്ട്രിയിൽ തന്നെയാണ്. പക്ഷേ ഇത്രയും മുഷിപ്പനൊരു സബ്ജക്റ്റ് വേറെയില്ല. പക്ഷെ അത് പഠിക്കണ്ടെങ്കിലും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നും പഠിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ വേദങ്ങളിലും എല്ലാം അധികം അത് തന്നെയാണ്. കാരണം അടിസ്ഥാനം എന്താണെന്ന് നോക്കുമ്പോൾ ആറ്റങ്ങളിൽ നിന്ന് ഇലക്ട്രോൺ എല്ലാം തന്നെ തുടങ്ങണം. അധികം സൂക്ഷ്മമാണ് ബ്രഹ്മം. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ആ ക്ലാസ്സിൽ ആകെ പെൺകുട്ടികളായിട്ട് 2 പേരേ ഉണ്ടായിരുന്നു, 35 പേര്. ബാക്കി എല്ലാ ക്ലാസ്സിലും പെൺകുട്ടികൾ തന്നെയായിരിക്കും ചിലപ്പോൾ വളരെയധികം കാണും. കെമിസ്ട്രി പഠിക്കാൻ താല്പര്യം കുറവ്. എന്തുകൊണ്ട്? സ്ത്രീകൾക്ക് ഇങ്ങനത്തെ വിഷയത്തിൽ പൊതുവെ താല്പര്യം കുറവ് തന്നെയാണ്. അതുമാതിരി ശാസ്ത്രജ്ഞന്മാരെല്ലാം എടുത്ത് നോക്കിയാൽ നമുക്കറിയാമല്ലോ, അധികം എന്താണ് പുരുഷന്മാരാണ്. അതുകൊണ്ട് അവർക്ക് പൊതുവേ ഒരു സ്ത്രീകൾ ആ നിലയിൽ ഇതിനെ കണ്ടു. അതുകൊണ്ട് സ്ത്രീകൾക്ക് വേദം പഠിച്ചുകൂടാനൊന്നുമില്ല. സ്ത്രീകൾ, ഋഷികൾ വേദങ്ങൾ എഴുതിയത് തന്നെ സ്ത്രീകളായ ഋഷികളാണ് എഴുതിയത്. കുറേ എഴുതിയത് അവരും കൂടിയാണ് എഴുതിയത്. ആ നിലയിൽ ഇതിനെ കാണണം. ശൂദ്രരെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ സേവനം ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. അതായത് പരോപകാരി. നമ്മൾ ഇന്ന് പറയാം അവൻ ഭയങ്കര പരോപകാരിയാണ്, എന്ത് സഹായം വേണ്ടിയിരിക്കില്ല അവൻ ചെയ്തു തരും, ഭയങ്കരമാണ് കേട്ടോ, ഭയങ്കര അങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട്. അവർക്ക് പഠിക്കുന്നതിലും വലിയ നേതൃത്വം ഏറ്റെടുക്കുന്നതിലൊന്നും താല്പര്യമില്ല. പക്ഷേ സേവനം, ശരിയായ സേവനം, അതാണ് ശൂദ്രനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല ജനനം കൊണ്ടൊന്നും ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യര് എന്ന് പറയുന്നത് ബുദ്ധി വെച്ച് കർമ്മങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കർമ്മം ചെയ്യുന്നവരാണ് ബ്രാഹ്മണർ, ക്ഷത്രിയ, വൈശ്യർ. അതിൽ തന്നെ അധമന്മാർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണ് പറയുന്നത്. അപ്പം ബുദ്ധിയുള്ളവർക്ക് തന്നെ ഈ വേദങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പഠിക്കാൻ താല്പര്യമുണ്ട്, മനസ്സിലാവില്ല. കാരണം അത്രയും ബുദ്ധി എന്ന് പറയുന്നത് കൊണ്ട് കോളേജിൽ നിന്ന് റാങ്ക് വാങ്ങി പറയുന്നവരൊന്നും അല്ല ബുദ്ധി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കറിയാലോ, ഭാഷയിൽ PhD എടുത്ത ഭാഷാ പണ്ഡിതരുണ്ട്, ഒരു വരി കവിത എഴുതിയിട്ടില്ല. കവിതയെല്ലാം എഴുതിയത് ആരാണ്? വലിയ പഠിപ്പൊന്നും ഇല്ലാത്തവരാണ് എഴുതി വിട്ടിരിക്കുന്നത്. വേദവ്യാസൻ എന്ത് PhD ഉള്ള? തകഴി ശിവശങ്കരപ്പിള്ള എന്നെല്ലാം കേട്ടിട്ടില്ല. അതൊരു കഴിവാണ്. അവൻ ബുദ്ധിയുണ്ട്, PhD കിട്ടിയവന് ബുദ്ധിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ബുദ്ധിയെല്ലാം ഉണ്ട്. പക്ഷെ അവർക്കൊന്നും വേദത്തിലേക്കാണ്ട്, കാരണം ഇതുവരെ വേദത്തിൽ നിന്ന് ആരും പുറത്തു വന്നിട്ടില്ല. വേദത്തിലുള്ള ഈ രഹസ്യങ്ങൾ എവിടെ നിന്നാണ് പുറത്തു വന്ന് ഇതുവരെ വന്നു? ബുദ്ധിയുള്ളവരെല്ലാം വേദ കുടുംബത്തിൽ ജനിച്ചവരില്ലേ, പുറത്തു വന്നില്ല, വരൂല്ല. കാരണം അതുകൊണ്ടാണ് പറഞ്ഞ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യതിലും അധമന്മാർക്കൊന്നും വേദം കേട്ട് ധരിക്കുക സംഭവ്യമല്ല, അവർക്കൊന്നും നടക്കില്ല. അപ്പോൾ വേദം മനസ്സിലാക്കേണ്ടവർക്ക് ഭൂരിപക്ഷം പേർക്കും 99% ആൾക്കാർക്കും നടക്കുന്ന കാര്യമല്ല. ശ്രേയസ്കരമായ കർമാചരണത്തിൽ അറിവില്ലാത്ത ഇവർക്ക്
ശ്രേയസ് ഈ വിധം ഉണ്ടാകട്ടെ എന്ന് കരുതി ഭാരതം എന്ന ഇതിഹാസം കഥയും എഴുതി. അതുകൊണ്ട് ശ്രേയസ്കരമായ കർമാചരണങ്ങളിൽ അറിവില്ലാത്ത ഇവർക്ക് ശ്രേയസ് ഉണ്ടാകട്ടെ എന്ന് വെച്ചിട്ടാണ് ഭാരതമെന്ന, അതായത് മഹാഭാരതം എഴുതിയത്. അത് ചരിത്രം എഴുതി, ഇവർക്ക് ശ്രേയസ് ഉണ്ടാകട്ടെ എന്ന്. ചരിത്രം എന്ന് പറഞ്ഞാൽ ലോക ചരിത്രമാണ്. മഹാഭാരത കഥയിൽ ഈ കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് എഴുതിയിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി. ചരിത്രം പഠിച്ചിട്ട് നിങ്ങൾ കർമ്മം ചെയ്യുക. അവിടെയാണ് പറയുന്നത് അധർമ്മത്തിനെതിരായിട്ട് പൊരുതിയിട്ട് നല്ലൊരു ലോകം ഉണ്ടാക്കുക എന്നുള്ള കഥ. ആ കഥ എല്ലാവർക്കും അറിയാം. കഥരൂപത്തിലും അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം വേദങ്ങൾ സയൻസ് മുഴുവൻ 4 സയൻസ് 3 വേദങ്ങളായിട്ടും അതിൻ്റെ ടെക്നോളജി അഥർവവേദമായിട്ട് എഴുതി. പുരാണങ്ങളിലൂടെ കുറച്ച് കഥരൂപത്തിലെല്ലാം എഴുതിയിട്ടതിൻ്റെ ശേഷം ചരിത്രം എല്ലാവർക്കും വേണമല്ലോ, കാരണം അവർ ആ കാലഘട്ടത്തിലൂടെയല്ലേ പോകുന്നത്. അതെന്ത് ചെയ്ത് അദ്ദേഹം മഹാഭാരതം എന്ന ഇതിഹാസ കഥയായിട്ടും എഴുതി വെച്ചു. മഹാഭാരതം എഴുതി 26 മുതൽ 27 വരെ. എന്നിട്ടും ഈ ഹൃദയത്തിൽ സംതൃപ്തി അടയാതെ, ഇതൊന്നും എഴുതിയിട്ട് അങ്ങേർക്കൊരു തൃപ്തി വരുന്നില്ല. ഇരുന്നപ്പോൾ നദിയുടെ തീരത്തിലെത്തിയിട്ട് സ്വയം മനസ്സിൽ കണ്ടു, സ്വന്തം മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ചിന്തിച്ചത്? ഞാൻ നല്ല നിഷ്ഠയോടുകൂടി തന്നെയാണ് വ്രതങ്ങളെല്ലാം ധരിച്ചിട്ട് തന്നെ ഭയങ്കര മെനക്കെട്ടിട്ട് തന്നെയാണ് ഇതെല്ലാം വേദങ്ങളെല്ലാം ആചാര്യന്മാരെയെല്ലാം അഗ്നിയെല്ലാം സാക്ഷിയായിട്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം എഴുതിയത്. മനസ്സിൽ ചിന്തിക്കുകയാണ്. വേദങ്ങളെല്ലാം എല്ലാ ആചാര്യന്മാരും, കാരണം ഈ വേദങ്ങളെല്ലാം രസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എഴുതിയ ആചാര്യന്മാരുണ്ട്, മറ്റുള്ള ഋഷികൾ എഴുതിയതിനെയാണ് എടുത്ത്. അപ്പോൾ അവരെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വ്രതത്തോടു കൂടി തന്നെയാണ് അഗ്നി ഉപയോഗിച്ചിട്ട്, അതായത് അഗ്നി ഉപയോഗിക്കാതെ ചിന്തിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അഗ്നി സാക്ഷിയായിട്ട് തന്നെയാണ് എല്ലാം എഴുതിയത്. അപ്പം ഞാൻ എഴുതിയാൽ പിഴവൊന്നും പറ്റിയില്ല, നല്ല ശുദ്ധമായിട്ട് തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെ 29 മഹാഭാരതത്തിലൂടെ വേദങ്ങളുടെ അർത്ഥം പ്രകടിപ്പിക്കുകയും ചെയ്തു. മഹാഭാരത കഥയിലൂടെയും ഞാൻ വേദങ്ങളുടെ അർത്ഥമെല്ലാം പ്രകടമാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 4 എന്ന് പറയുന്നത്, ഇതിലൂടെ സ്ത്രീകളടക്കം ആർക്കും അത് കണ്ട് ധർമ്മം കണ്ട് മനസ്സിലാക്കാം. ഇതിലൂടെ ഇതെല്ലാം സ്ത്രീകൾക്കടക്കം ആർക്കും പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ 30 എന്ന് പറയുന്നു, എങ്കിലും എൻ്റെ ആത്മാവ് പൂർണ്ണമെങ്കിൽ, എൻ്റെ ആത്മാവ് പൂർണ്ണമാണ്, ഞാൻ പൂർണ്ണനാണ്, അതുമായി താതാത്മ്യം പ്രാപിക്കുന്നില്ല. അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക തന്നെ ജീവാത്മാവും പരമാത്മാവും താതാത്മ്യം പ്രാപിച്ചാൽ എന്ത് പറ്റും? സന്യാസിയായി പോകും. ഇപ്പൊ താതാത്മ്യം പ്രാപിച്ചിട്ടില്ലെങ്കിൽ രണ്ടും രണ്ടായിട്ട് നിൽക്കും. അപ്പോഴാണ് ആഗ്രഹങ്ങളിലുണ്ട്. അതുകൊണ്ട് ഈ മനസ്സിന് തൃപ്തി വരാത്തത്. നേരെ മറ്റേ ആത്മാവും ജീവാത്മാവും പരമാത്മാവും ചേർന്നിരുന്നുവെങ്കിൽ സന്യാസിയാവുമായിരുന്നു. പിന്നെ ഈ ചിന്ത ഉണ്ടാവില്ല. മഹാഭാരത പോലെ എല്ലായിടത്ത് ദൂരെ കളഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ്. അപ്പൊ ഇങ്ങനെ സന്യാസിയായിട്ടില്ല. അതുകൊണ്ടുള്ള അതൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ കുറവുണ്ട്. ഇപ്പം മനുഷ്യൻ കർമ്മം ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? അവൻ്റെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി. അപ്പോൾ ആരോ പ്രേരിപ്പിക്കും നമ്മളെ. ഈ വേദങ്ങളെടുത്ത് വ്യാഖ്യാനിക്കുക എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനറിഞ്ഞിട്ടിരിക്കുന്നത്. അതുപോലെ വേദവ്യാസനിൽ ഒരു അതൃപ്തി ഉണ്ടാക്കി കൊടുത്തിട്ടിരിക്കുകയാണ്. അടുത്ത ചെയ്യുക ഏത്? ഭാഗവതം എഴുതാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊന്നും ഇതൊന്നും ശരിയാവില്ല, നീ എഴുതിയൊന്നും പോരാ, ഇനി അതിൽ നിന്നും ഒരു ചിന്ത ഉണ്ടാവുകയാണ്. അപ്പൊ അയാൾ എന്തല്ല ബ്രഹ്മസാക്ഷാത്കാരം നേടിയവനല്ല. ബ്രഹ്മസാക്ഷാത്കാരം നേടിയവന് ഈ ചിന്തയൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകണം. എങ്കിൽ വേദങ്ങൾ പോലും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അങ്ങേരെന്താണ്? നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്. ആ ബ്രഹ്മം ഉള്ളിലൂടെ എന്ത് ചെയ്യുന്നു? നീ ഇതൊന്നും എഴുതിയൊന്നും പോരാ, നീ ഒരിക്കലും കൂടി ഇതിനെല്ലാം കൂട്ടിക്കുറുക്കി ഒരിക്കലും കൂടി ഇരുന്ന് എഴുതും, ഭാഗവതം എഴുതും എന്ന് പ്രേരിപ്പിക്കുന്നതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ എന്തില്ല, അതുമായി താതാത്മ്യം പ്രാപിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം അങ്ങനെ ശുദ്ധമായ ഒരു ഭൗതികവാദി, ആ ശക്തി അദ്ദേഹത്തെ കൊണ്ട് കളിപ്പിക്കുകയാണ് ഇതത്രയും. എന്നിട്ടോ 31, ആത്മീയവാദികളായ യോഗീശ്വരന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങൾ.
അതായത് ആത്മീയം എന്താണോ ആ വിഷയത്തെപ്പറ്റി ഞാൻ ഇതിലധികം പറഞ്ഞിട്ടില്ല, അധികം നിരൂപണം ചെയ്തില്ല. അപ്പം വേദങ്ങളിൽ എന്ത് പറഞ്ഞിട്ടില്ല? ആത്മീയമായ ആ ബ്രഹ്മത്തെപ്പറ്റിയും ആ ശക്തിയെപ്പറ്റിയും അധികം വേദങ്ങളിലില്ല. ഇപ്പം വേദം എന്തല്ല? ഒരു ആത്മീയ ഗ്രന്ഥമല്ല, ഒരു ശുദ്ധമായ സയൻസ് പുസ്തകം. ഈ പ്രപഞ്ച സൃഷ്ടിയായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ്, ശുദ്ധമായ ഒരു സയൻസ് പുസ്തകമാണ്. പക്ഷേ ഞാനതിൽ ആത്മാവിനെ വിട്ടുപോയിട്ടുണ്ട്. അത് ഉപനിഷത്ത് തന്നെ പറയുന്നത്, വേദം എന്ന് പറഞ്ഞാൽ 99% ഭൂരിപക്ഷം തന്നെയാണ് ഭൗതിക അപരാ സയൻസാണ്. ലോകത്തിൽ നടക്കുന്ന ലോക സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ നമ്മൾ ആധുനിക സയൻസ് കണ്ടെത്തുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ് ചരിത്രമുണ്ട്. ചരിത്രമാണല്ലോ മഹാഭാരത കഥയായിട്ട് പറഞ്ഞത്. പിന്നെ പുരാണം, മറ്റേ രാമകഥയെല്ലാം അതെല്ലാം മറ്റു പുരാണങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്രമല്ല, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ചരിത്രം മഹാഭാരത കഥയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കോളേജിലെല്ലാം പഠിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇത് കഥരൂപത്തിൽ നിന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ ശാസ്ത്രലോകം കണ്ടെത്താത്ത ആ ബ്രഹ്മത്തെപ്പറ്റി, അതായത് യോഗീശ്വരന്മാരെ ചിന്തിക്കുന്നത് ഇതിനെപ്പറ്റിയാണ്. അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല, ഭൗതിക ലോകത്തിൽ താല്പര്യമില്ല. അവർക്ക് ബ്രഹ്മസാക്ഷാത്കാരം, ആ വിഷയത്തെപ്പറ്റി, ആ ശക്തിയെപ്പറ്റി, ആ ഈശ്വരനെപ്പറ്റി ഞാൻ അധികം നിരൂപണം നടത്തിയിട്ടില്ല. അപ്പം വേദം എന്ന് പറയുന്നത് ഒരു ബൗദ്ധിക ഗ്രന്ഥമാണ്. പ്രപഞ്ച രഹസ്യം മുഴുവൻ, സൃഷ്ടി രഹസ്യം മുഴുവൻ, സൃഷ്ടിക്ക് പിന്നിലുള്ള സയൻസ് എല്ലാം അടങ്ങിയിരിക്കുന്ന, കെമിസ്ട്രി ഫിസിക്സ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതിൽ അവിടെ ആത്മാവിനെ പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ, അവിടെ ഒന്ന് പരാമർശിച്ചു. അതാണ് ഇവിടുത്തെ കുഴപ്പം. അതുകൊണ്ട് എന്ത് വേണം? ഇതൊന്നും പൂർണ്ണമായില്ല, അതില്ലാതെ പൂർണ്ണമാകില്ല. ഏറ്റവും വലിയ സയൻസ് എന്താണ്? ആധുനിക സയൻസും ഇലക്ട്രോണും പ്രോട്ടോണും ഊർജം വരെ എത്തിയിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ കഴിയാതെ നിരാശരായി മടങ്ങി. അപ്പൊ അത് തന്നെയാണ് വേദവ്യാസനും എഴുതി വെച്ചിരിക്കുന്നത്, അവർ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം. പക്ഷെ അതിന് മുമ്പിലുള്ള ബ്രഹ്മത്തെപ്പറ്റി, അതായത് യോഗീശ്വരന്മാര്, യോഗയിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവർക്ക് ഇതൊന്നും വേണ്ട, വേദങ്ങളൊന്നും വേണ്ട. അതുകൊണ്ടാണ് സന്യാസത്തിലേക്ക് പോകുമ്പോൾ വേദങ്ങളെല്ലാം എടുത്ത് ദൂരെ കളയണമെന്ന് പറയുന്നത്. അവർക്ക് പിന്നെ ബ്രഹ്മത്തെ പറ്റിയുള്ള ചിന്തയുണ്ടാകുമ്പോൾ പ്രപഞ്ചഭേദിൽ നിന്ന് വന്ന ആ നിർഗുണമായ ബ്രഹ്മം അതുപോലെ ആയിത്തീരുക. അപ്പൊ അവയുടെ നിരൂപണം ഞാൻ ചെയ്തില്ല. അതിനാലാകാം ഇത് എന്ന് മനസ്സിൽ ആലോചിക്കുകയാണ്. തൃപ്തിക്കുറവ്. ഞാൻ സയൻസല്ലേ എഴുതിയുള്ളൂ, വേദങ്ങളിലൂടെ ഈ പ്രപഞ്ച രഹസ്യത്തിലടങ്ങിയ എല്ലാ സയൻസും ചരിത്രമെല്ലാം ഞാൻ എഴുതി. പക്ഷെ ആ ബ്രഹ്മത്തെ വിട്ടുപോയൊരു ശരിയായില്ലല്ലോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിട്ട് പനിയുടെ പുരാണങ്ങളിൽ ഇതിനെപ്പറ്റി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും ആത്മീയ ഗ്രന്ഥങ്ങളല്ല, അത് ഉപനിഷത്തിലാണ് കുറച്ചെല്ലാം വരുന്നത്, കുറച്ച് വിസ്തരിച്ച്. അപ്പൊ അതും കൂടി ചേർക്കണമെന്നതൊക്കെ കൊണ്ടായിരിക്കാം എനിക്കൊരു പൂർണ്ണത കിട്ടാത്തത്. അതായത് ഉള്ളിൽ നിന്ന് അതും കൂടി ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ്. അങ്ങനെ 32 ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് ശ്രീനാരായണ മഹർഷി കടന്നു വന്നു. നാരദ മഹർഷി കടന്നു വന്നു. അപ്പോൾ ആരാണ് നാരദനെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളെ ഉള്ളില് ഒരു ട്രിഗറിങ് പൾസാണ്. ഇങ്ങനെ ചിന്തിച്ച് ശരിയായില്ലല്ലോ, ഞാൻ ഈ എഴുതിയ സയൻസ് മാത്രമല്ലേ എഴുതിയുള്ളൂ, വേദങ്ങൾ, ടെക്നോളജി, അഥർവവേദി, പിന്നെ ഇതെല്ലാം ചരിത്രമെല്ലാം ഭാഗവതത്തിലുണ്ട്, ഇപ്പോഴത്തെ ചരിത്രം എഴുതി, പഴയ ചരിത്രമെല്ലാം രാമകഥയും പരശുരാമ കഥയെല്ലാം ഇതിലുണ്ട്, മറ്റുള്ള പുരാണങ്ങളിലുണ്ട്, അതിലെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആത്മാവിനെ പറ്റി ഉപനിഷത്തിലാണ് ആത്മാവ് വരുന്നത്, ആത്മാവിനെ പറ്റി അധികമില്ല. അപ്പൊ ആത്മീയതയല്ല ഈ ഗ്രന്ഥങ്ങളൊന്നും ഒന്നാമത് പറയുകയാണ്. അപ്പൊ അതെന്ത് വേണം? അതും കൂടിയും വേണമെന്ന് ചിന്തിക്കുമ്പോഴാണ് നാരദം വന്നിട്ട് ഒരു ട്രിഗറിങ് എഴുതുക അതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് തോന്നിയത്? എന്നാൽ പിന്നെ ഭാഗവതഗീതയ്ക്കറിയാം കുറെ ആത്മീയം ഇതിനകത്ത്. ഈ ആത്മീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ആത്മീയമൊന്നുമല്ലേ,
ആ ബ്രഹ്മത്തെ ബ്രഹ്മമാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് പറയണം. ഇലക്ട്രോണ് പ്രോട്ടോണായി, അല്ല ഇലക്ട്രോണ് ആറ്റങ്ങൾ ഊർജം ഇലക്ട്രോണായി പ്രോട്ടോണായി, പ്രോട്ടോണും ഇലക്ട്രോണും കൂടിയിട്ട് ആറ്റങ്ങളുണ്ടായി, ആറ്റങ്ങൾ കൂടി തന്മാത്ര ഉണ്ടായി എന്നാണ് ഇത്രയും ഗ്രന്ഥങ്ങളിലൂടെയും 17 പുരാണങ്ങളിലൂടെയും കഥരൂപത്തിലും എല്ലാം പറഞ്ഞു വെച്ചത്. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിലുള്ള പ്രേരക ശക്തി ഏതാണ്? ആ ബ്രഹ്മമാണ്. അപ്പൊ ഇനിയിപ്പോ എങ്ങനെ പറയണം? ബ്രഹ്മം തന്നെ ഇലക്ട്രോണും ഊർജത്തെ കണങ്ങളാക്കി മാറ്റിയത്, ബ്രഹ്മം എന്നിട്ട് കണത്തെ യോജിപ്പിച്ച് ആറ്റങ്ങൾ ഉണ്ടാക്കി, ബ്രഹ്മത്തിന്റെ പ്രേരണയാൽ ആറ്റങ്ങൾ തന്മാത്രകളായി, ഇങ്ങനെ എല്ലാത്തിന്റെ പിന്നിൽ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാം ബ്രഹ്മമാണ് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ആ ബ്രഹ്മം എന്ന് പറയുന്നത് എന്തുമാകാമോ ഉണ്ട് ആകാം. അതുകൊണ്ട് കൃഷ്ണൻ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണനാണ് ഇതെല്ലാം ചെയ്ത് എന്ന് പറയുന്ന തരത്തില് പറയാൻ പോവുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചില്ല. നാരദൻ എങ്ങനെയാണ് ചെയ്യുന്നത്? എന്ത് ചെയ്യുമ്പോഴും നാരായണ നാരായണ, എന്തെങ്കിലും ചെയ്തതിൻ്റെ ശേഷം നാരായണ നാരായണ, ഇതെല്ലാം ചെയ്യുന്നത് നാരായണനാണ്. നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകരുത്. റോക്കറ്റ് ഉണ്ടാക്കുമ്പോഴും നാരായണനാണ് എന്നെ കൊണ്ട് ഈ റോക്കറ്റ് ഉണ്ടാക്കിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി? നാളെ പ്രളയം നടക്കുമ്പം ബഹിരാകാശത്ത് നിലയുണ്ടായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ നാരായണ നാരായണ എന്ന് പറയണം. കാരണം നാരായണനാണ് എന്നെ കൊണ്ട് ഇന്ന രോഗത്തിൽ നിന്ന് രോഗികളെ രക്ഷിക്കാനുള്ള മരുന്ന് കണ്ടുപിടിപ്പിച്ചത്. ചോറ് വെക്കുമ്പോഴും ചിന്തിച്ചോണം നാരായണ നാരായണ. ഈ ചോറ് വെക്കുന്നത് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ എല്ലാം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. നാരായണന്റെ നിർദ്ദേശപ്രകാരമാണ്. നാരായണനാണ് എന്നെ കൊണ്ട് ചോറ് വെപ്പിച്ചിട്ട് ഈ ആൾക്കാരെ, കുടുംബത്തിലുള്ള എല്ലാവരെയും വിശപ്പൽ ഇല്ലാതാക്കി ആരോഗ്യമുണ്ടാക്കി എടുക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു പോകണമെന്ന് വെച്ച് നാരായണീയം വെച്ചുകൊണ്ട് പറയാൻ പോവുകയാണ്. ഏതില്? അത് തന്നെയാണ് നാരായണ നാരായണ എന്ന് വെച്ച് നാരദം എപ്പോൾ എന്ത് ചെയ്യുമ്പോൾ നാരായണ നാരായണ, ഞാനല്ല അല്ല, ഇതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആത്മീയതയും ആ ബ്രഹ്മത്തെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കൃഷ്ണനെയും കൃഷ്ണനാകുന്ന കാലത്തെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ രഹസ്യം എന്തെല്ലാമാണോ മുമ്പ് പറഞ്ഞത് അതിൽ നിന്ന് പ്രധാനപ്പെട്ട എല്ലാം എടുത്തിട്ട് എഴുതാൻ പോവുകയാണെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് 33-ലെ ദേവന്മാർ പോലും ആരാധിക്കുന്ന ഈ നാരദനെ കണ്ടപ്പോൾ അദ്ദേഹം സംഭ്രമത്തോട് എണീച്ചിട്ട് പൂജിച്ചു. അത് കഥയിൽ അങ്ങനെയെല്ലാം പറയും. അപ്പം നാരദൻ വന്നിട്ടാണ് പറയുന്നത്, നിന്റെ അടുത്ത ജോലി ഒരു അതൃപ്തി കിടക്കുകയാണ്, എഴുതിയ തൃപ്തിയില്ലാത്ത. അന്നേരം നാരദൻ വന്നിട്ട് പറയാണ്, നിന്റെ അടുത്ത ജോലി എന്താണ്? ഭാഗവതം എഴുതുക, അതുകൂടി എഴുതി വെച്ചിട്ട് നീ പോകുമെന്ന് പറയും. ഇതാണ് പറയാൻ പോകുന്നത്. അത് നമുക്ക് അടുത്തേക്ക്